ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ ഒന്നുമല്ല, അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ തൊടിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയതായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് ചേമ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ചേമ്പൊക്കെ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ കൂടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, ചെടികൾ മാത്രമുള്ളൊരു ഗാർഡനായിരുന്നു. പക്ഷെ അത് വേനൽക്കാലമായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളത്തിനൊക്കെ. അപ്പോൾ നനച്ച് കൊടുക്കാനൊന്നും ഇല്ലാത്ത കാരണം ചെടിയൊക്കെ പറ്റി നശിച്ചു പോയി. അതിനിടയ്ക്ക് ഉണ്ടായ ആശാന്മാരാണിട്ടത്, കാന്താരി മുളക്, അത് 2-3 ഐറ്റം. അപ്പോൾ ഉമ്മതാ താളും തണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഒരു കൂട്ടായിട്ട് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പപ്പായ മരം നിന്നിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ആകെ ഒന്നേ ഉള്ളൂ, അത് മൂപ്പായിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് അപ്പുറത്തായിട്ട് ഒന്നുണ്ട്, അവിടെ പോയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതവിടെ ഉപ്പയും കൂടെ ഓരോന്ന് നനച്ച് വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞു ഗാർഡനായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കൂടുതലും ഇവിടെ വളർന്നിട്ടുള്ളത് ഈ താളും തണ്ട്, ചേമ്പും ചേമ്പൊക്കെ. അപ്പം ഉമ്മ അപ്പുറത്ത് പോയിട്ട് പപ്പായ മരത്തുമെന്ന് 2 കായ് തള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഗൈസ്, ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ. ഇത് പിന്നെ തലവേദന ഒക്കെ ഉണ്ടായാൽ നമ്മൾ അരച്ച് തലയിലൊക്കെ നെറ്റിയിൽ പുരട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ചപ്പാണ് കേട്ടോ. ചപ്പ പറഞ്ഞ ഒരു ഓല, നെയ്ച്ചോറിൽ ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കും. പിന്നെ മീൻ കറി, അതുപോലെ ചിക്കൻ കറിയിലൊക്കെ ഇടുന്നതാണ്. പിന്നെ പുട്ടുണ്ടാക്കുമ്പോഴൊക്കെ ചിലവരത് ഉപയോഗിക്കും, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല, അപ്പോൾ അതിന് ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ ഒരു കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലമാരാണ്, അത് നല്ല വലുതായിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ചില ഗാർഡൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ നനച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വലിയതായി വന്നിട്ടുണ്ട്. പിന്നെ ആ ഇടയ്ക്കാണ് ഒരു ആശാനെ കണ്ടത്, ഒരു വലിയൊരു വാഴ, അത് പിന്നെ വെട്ടിയിട്ടതായിരുന്നു. പിന്നെ ഇവിടെ ഒരു തരം മാത്രമല്ല കേട്ടോ ഉള്ളത്, അതിൻ്റെ ഇടയ്ക്ക് കപ്പുണ്ട്, പിന്നെ വാഴ ഉണ്ട്. അതിൽ ഓരോ എന്താ കിട്ടുന്നത് വെച്ചാൽ അതെല്ലാം 2 ആളും കൂടെ കൊണ്ടുവന്നിട്ട് വെക്കും. അപ്പം നമ്മുടെ കുട്ടിപ്പെട്ടുള്ള ഹായൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഓർക്കാപ്പുളിയുടെ മരമാണ് കേട്ടോ, ചെറുതായിരുന്നു, അധികം പൂക്കാത്തൊരു മരമായിരുന്നു. വെട്ടിക്കളയണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ആശ നന്നായിട്ട് പൂത്ത് തൊടുത്ത് നിൽക്കുന്നുണ്ട്. കുറേ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ താളുന്നണ്ടിൽ സെറ്റാക്കാനുള്ള ആളാണ് കേട്ടോ. പപ്പായ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വെച്ചു. കുറച്ച് ഓർക്കാപ്പിലൊക്കെ പെറുക്കിയിട്ട് ചെറുതാണത് കഴിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചക്കത്തെ കൂട്ടാനൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ പപ്പായയും താളുന്തണ്ടും പിന്നെ പച്ചമുളക് ഇട്ടില്ല, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ കുറച്ച് ടൈറ്റുള്ളതുകൊണ്ടാണ് അടിക്കുന്നത്. പിന്നെ അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഒരു അരപ്പ് കൂട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ടാട്ടോ അരപ്പ് അരച്ചെടുത്തത്. അങ്ങനെ കഷ്ണമൊക്കെ വെന്തു, താളും പപ്പായൊക്കെ നന്നായി വെന്തപ്പം ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് അരപ്പ് ചേർത്ത് അത് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അത് കടുകും വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നല്ല നല്ല വീഡിയോസും നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.